ഇലോൺ മസ്ക് ആണ്ടാട്ട ആളുടെ സൈബർ ട്രക്കിൽ വെള്ളം വെച്ച് വിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ യാത്ര നമ്മുടെ റൂമിന്റെ തൊട്ട് ബാക്കിലുള്ള ഫാമേഴ്സ് മാർക്കറ്റിലേക്ക് ആട്ടാ. കുറെ കാലമായി ഇവിടേക്ക് വരണം എന്ന് വിചാരിക്കുന്നത്, ഇതുവരെ നടന്നിട്ടില്ല. ഇതാണ് ചില വിൻഡറിന് മാത്രം ഓപ്പൺ. പിന്നെ കയറി വരുമ്പോ തന്നെ ഇതുപോലെ ഒരു കാളവണ്ടിയുമേ മറ്റേ ഇതില്ലേ പാലും പാത്രം തൂക്കിയിട്ടിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില്. നമ്മളെത്തിയപ്പോ ഒരു 11 മണി ആയിട്ടാ. ഇത് 7 മണിയാകുമ്പോ ഓപ്പൺ ആവും. 7 മണി തൊട്ടിട്ട് 2 മണി വരെ ഉള്ളത്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളാട്ടത് ഉണ്ടാവുക. ഈ മാർക്കറ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബഹ്റൈനിലെ കാർഷിക മേഖലയെ വളർത്തി വരാനും ഇവിടെ കർഷകരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്ര തിരക്കോടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല തിരക്കാണ്. നടക്കാൻ പോലുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിന്റെ ഉള്ളിലില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അറബികളും ഇംഗ്ലീഷുകാരാണ്. മലയാളീസ് ഒക്കെ കുറവാണ് കേട്ടോ. ഞാൻ പറയാൻ വെച്ചാൽ എല്ലാവരും ഇവിടെ വന്ന് വാങ്ങാൻ നല്ല ഫ്രഷ് സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. ഈ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങണേക്കാളും ശരിക്കും ആ ഒരു പ്രൈസ് തന്നെ ഇവിടെ വരുന്നുള്ളൂ. അധികം പ്രൈസ് ഒന്നും വരുന്നില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ചോയ്സ്. പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അതും ഫ്രഷ് ആയിട്ട് ഇവരുടെ കൃഷി സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഞാൻ ആദ്യം കരുതിയിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അറബികൾ ഇവരൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഒരു ഫാമിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്നല്ല, അപ്പൊ ഭയങ്കര റേറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നേ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെറിയ പ്രൈസ്. ഞാനും നിതീഷും കൂടിയിട്ടാട്ടോ ഇന്ന് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ കൂടെ റീക്കോ ഉണ്ടായിരുന്നു. പക്ഷെ റീക്കോനെ ഇപ്പൊ കാണാനില്ല. തിരക്കിപ്പെട്ട് എവിടെയോ പോയിക്ക റീക്കോ. നിതീഷ് ആണെച്ചാൽ ഓടി നടന്ന് ഓരോ കടകളിലും കയറിയിട്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അവനോട് പറയുന്നുണ്ട് മതി എന്ന് പറയണ്ട. എന്നാലും അവൻ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങിച്ചത് തക്കാളി വാങ്ങിച്ചു, പിന്നെ വഴുതനങ്ങ വാങ്ങിച്ചു, പിന്നെ ബീൻസ് പയർ വാങ്ങിച്ചു, ചോളം വാങ്ങിച്ചു, തണ്ണിമത്തം വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് ഐറ്റംസ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കോളിഫ്ലവറിലൊക്കെ തന്നെ ഉണ്ടല്ല, പലതരത്തിലുള്ള കോളിഫ്ലവർ ഉണ്ട്, പല കളറിലുള്ള കോളിഫ്ലവർ. പിന്നെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് കണ്ട, ഇതെന്താണെന്നറിയോ? ഇത് തേനീച്ചയാണ്. ഫുള്ള് ജീവനുള്ള തേനീച്ച. അതിൻ്റെ മേലെ തന്നെ ഇവർ വെച്ചേക്കണ കണ്ട, കുപ്പിയിലാക്കിയിട്ട് തേൻ, നല്ല ഫ്രഷ് തേണ്ട. അതും നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇവർ തരും. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി. പക്ഷെ തേൻ്റെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആവും. കാരണം നാട്ടിൽ തന്നെ നല്ല വിലയുണ്ട്. അപ്പോൾ ഇവിടെ പറയണ്ടല്ലോ. പിന്നെ ഞാൻ കണ്ടിരുന്നത് നല്ല വെറൈറ്റി ഡേറ്റ്സ് ഇട്ടാ. ഡേറ്റ്സ് വിൽക്കുന്ന കടയിലത്തെ അറബി അനിച്ചാൽ നമ്മളെ കണ്ടിട്ട് നമ്മളെ ഭയങ്കര സ്വീകരിക്കുന്നുണ്ട് അവർ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറബിക്കാവൊക്കെ നമുക്ക് ഇവരിങ്ങനെ കുടിക്കാനും ഗ്ലാസ്സിൽ ഒഴിച്ചു തരും. എന്നിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ അവിടുന്ന് സാധനം വാങ്ങിച്ചാൽ മതി, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അവർ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ തണ്ണിമത്തൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ചെറിയ തണ്ണിമത്തനാ. ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാ. അതാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കഴിച്ചു നോക്കാം. അതായത് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചാൽ നമുക്ക് അതിന്റെ സാമ്പിൾ തരും. അത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. നട്ടുച്ചയായി. പക്ഷെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യണില്ല. എന്താന്ന് വെച്ചാൽ ഒരു മേൽഭാഗത്തൊക്കെ മറ്റേ എന്താ പറയാ, പഴയ കാലത്തൊക്കെ പഴമ ടച്ചാണ് കേട്ടോ. പുതിയ ടച്ച് ഒന്നും ഇല്ല, ഒക്കെ പഴമ ടച്ചാ. മേലൊക്കെ നല്ല ഓലിട്ടിട്ടുള്ള സെറ്റപ്പ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈത്തപ്പഴത്തിന്റെ മരില്ല, അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുത്തൊരു വെള്ളം, ഒരു ചെറിയൊരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുടിച്ചു നോക്കി, എനിക്ക് അവർ തന്നത്. പക്ഷെ അത് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ സർവത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ മറ്റേ മരത്തിലൊക്കെ നമ്മുടെ കുറെ അറബിക് വേർഡ്സുകൾ, പിന്നെ കുറെ ചിത്രങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുള്ള ഇതുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സാധനം കണ്ടത്, നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കൂലേ, ആ സാധനം ഉണ്ട്. അത് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കുക. അവർ പഠിപ്പിച്ചു തരും. പഠിപ്പിച്ചു തരുന്ന വെച്ചാൽ നമുക്ക് കാണിച്ചു തരും. നമ്മളെ വെച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ഇരുന്ന് ചെയ്യണത്. അപ്പോൾ ആളത് ഇങ്ങനെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടാന്ന് വെച്ചാൽ നമുക്കത് നമ്മുടെ പേര് എഴുതാം. ആ പേര് എഴുതിനൊക്കെ നമുക്ക് പേര് എഴുതിയിട്ട് ലാസ്റ്റ് നമുക്ക് ആ സാധനം അവർ അത് അവിടെ നിന്ന് എടുത്തു തരുന്നുണ്ട്. ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല നേരം പോക്ക്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് പോന്നപ്പോൾ ഒരാൾ ഇരുന്നിട്ട്, കുറച്ച് പ്രായമുള്ള ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ആൾ കൈകൊണ്ട് നെയ്തുണ്ടാക്കണം കേട്ടോ. ഫുള്ള് സാധനങ്ങൾ ഹാൻഡ് ക്രാഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ സാധനങ്ങൾ കേട്ടോ. ഇതിൻ്റെ ഒന്നും വില, ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കണ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ പോലുള്ളവരൊന്നും വാങ്ങില്ലായിരിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ വാങ്ങുമായിരിക്കും. ഇതെന്താ സാധനം എന്ന് മനസ്സിലായ? നമ്മുടെ ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമില്ല, ചർക്ക. ആ സാധനമാണ്. ഇതിൽ നൂലുകൊണ്ട് ഇവരിങ്ങനെ നെയ്തിട്ട് ഉണ്ടാക്കിയ ഡ്രസ്സുകളാണ് കേട്ടോ ഇട്ടേക്കണൊക്കെ. ഡ്രസ്സ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. കുറച്ച് തോർത്തുമുണ്ടും പിന്നെ സാധാ മുണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കുമ്പോഴേ ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് അറിയോ? ഫുഡ്. ഇവർക്ക് ഫുഡ് ഇല്ലാണ്ട് ഒന്നും നടക്കൂല. അവിടെ ഇവർ ഫുഡ് സെറ്റ് ചെയ്തേക്കാം. പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. മറ്റേ ഡിഷൊക്കെ സെറ്റ് ചെയ്ത് കല്യാണത്തിനൊക്കെ ഉണ്ടാവില്ല, അതേപോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഇഷ്ടമുള്ള കഴിക്കാന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ കണ്ടത് നമ്മുടെ നാട്ടിലത്തെ ചെണ്ടുമല്ലി, നമ്മുടെ നാട്ടിലത്തെ കുറേ ചെടികൾ. എനിക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചെടികൾ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്.
ഇതിൻ്റെ ഒക്കെ പ്രൈസ് ചെറിയ പ്രൈസ് ഉള്ള ചില 1BD 500 ഫിൽസ് ആ റേഞ്ചിലൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ വില കൂടിയതുണ്ട്, നമുക്ക് ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടും ചെയ്യും. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതെന്താ സാധനം എന്ന് മനസ്സിലായ? നമ്മുടെ നാട്ടിൽ അച്ചാറൊക്കെ ഇട്ടില്ല, എൻ്റെ നാട്ടിൽ ഇതിനെ പറയാ വടുകപ്പുളി നാട്ടാ. ആ സാധനമാണ് കേട്ടോ ഇത്. അതുമ്പോൾ ഉണ്ടായി നിൽക്കുന്ന ചെടി, ആ ചെടികളൊക്കെ അവർ കൊടുക്കാൻ വെച്ചേക്കണതാണ്. അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ അറബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നീ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് പൊക്കിയൊക്കെ കാണിച്ചു തന്നിട്ട്. അപ്പം ഞാനത് എടുത്തിട്ട് അപ്പം തന്നെ എന്നെ കൊണ്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് വാങ്ങിപ്പിച്ചിട്ടാ. ഇവര് നല്ല എന്റർടൈൻമെന്റ് ആട്ടാ. നമ്മ ചെല്ലുമ്പോൾ പാട്ടൊക്കെ പാടും. ഇപ്പൊ ഒരാൾ പാട്ട് പാടുന്ന കളിപ്പിച്ചു തരാട്ടാ. حياكم يبا عندنا everything عندنا ذا جولد وان عندنا سوق الذهب عندنا وكرسي جابر عندنا حياكم عندنا يبا يلا يبا بوطه. പിന്നെ വന്നപ്പോൾ നമ്മുടെ കൂണില്ലേ, കൂണ് അതിങ്ങനെ മുളപ്പിച്ച് വെച്ചേക്കണ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ഇങ്ങനെ വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് ഇവിടെ തന്നെ വരണം. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കൂൺ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാം. പിന്നെ അവിടെ പ്രീ പാക്ക് ചെയ്ത് വെച്ചേക്കണതുകൊണ്ട് അതിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിൽ നിന്ന് കൊടുക്കാം. ഈ കാണാണ് കേട്ടോ ഫുഡിൻ്റെ ഏരിയ. ഈ ഏരിയ മൊത്തം ഫുഡ് മാത്രമുള്ള. ഇതെന്താണെന്ന് മനസ്സിലായി? നമ്മുടെ ലോഡഡ് ഫ്രൈസിക്ക് ഇവർ ഒരുപാട് സോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. ഇത് അടിപൊളി ഒരു സാധനമായിരുന്നു. ഇവിടെ ഒരാളിരുന്നിട്ട് ഇങ്ങനെ വറുത്ത് കോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ സാധനം എന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല, അത് ചോദിക്കാനും പറ്റിയില്ല. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് വീട്ടിലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. നമ്മുടെ ദോശമാവില്ല, ദോശമാവ് ഞാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതെന്ത് ചെയ്യും, നമ്മുടെ ദോശക്കല്ലുമ്പോൾ ഇങ്ങനെ പരത്തും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ന്യൂട്ടല വേണ്ടവർക്ക് ന്യൂട്ടല തേച്ച് തരും. പിന്നെ മറ്റേ ക്രീം ചീസ് വേണ്ടെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്ത് തരും. എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ദോശ പോലെ ഒരു ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കറങ്ങി ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാനും നിതീഷും കൂടിയിട്ട് പിന്നെ പുറത്തേക്ക് പതുക്കെ ഇറങ്ങി. അപ്പോഴാണ് പുറത്തൊരു സംഭവം കണ്ടത്. നമ്മുടെ ഇലോൺ മാസ്കിന്റെ സൈബർ ട്രക്കിലാണ് ഒരു വെള്ളം വെച്ച് വിൽക്കണേ. ഇതൊന്നും ആള് കാണണ്ട. ബഹ്റൈനിലുള്ളവര് മസ്റ്റായിട്ട് ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന് പോകണണ്ടാ. അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്ക് നേരം പോകാനായാലും എല്ലാത്തിനും, നമുക്ക് എന്ത് സാധനം വാങ്ങാനായാലും എന്തായാലും ഇവിടെ ഒരു വട്ടെങ്കിലും നിങ്ങൾ വരണം. ഇത് വരുന്നത് നമ്മുടെ ബുദയ്യയിലാണ്, ബുദയ്യ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത്. പിന്നെ ഒരു കാര്യം കൂടിയിട്ടാ, ഇത് വിന്ററിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ശനിയാഴ്ച ദിവസങ്ങൾ രാവിലെ 7 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ കേട്ടോ. എന്നാലും നിങ്ങളൊരു 10 മണി ആ ടൈമിലൊക്കെ ആകുമ്പോൾ എത്തണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളൊക്കെ ഫില്ലായിട്ടുള്ളത് കാണാം. അധികം നേരത്തെ വരണ്ട, അധികം ലേറ്റ് ആയിട്ടും വരണ്ട. ഒരിടയിൽ ഒരു 10 to 11 മണിയുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കവർ ചെയ്യുകയും ചെയ്യാം, സുഖമായിട്ട് പോരുകയും ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് നേരെ റൂമിലേക്ക് പോയിട്ടാ. അപ്പം പിന്നെ കാണാം. ഓക്കെ, ബൈ.